മുൻ എം.എൽ.എ. പി.ടി. കുഞ്ഞുമുഹമ്മദിനെതിരായ പീഡന പരാതി അതീവ ഗൗരവത്തോടെയാണ് പരിഗണിച്ചതെന്ന് ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർപേഴ്സണും അമ്മ ജനറൽ സെക്രട്ടറിയുമായ കുക്കു പരമേശ്വരൻ. നടിയെ ആക്രമിച്ച കേസിൽ കുറ്റക്കാരെ കോടതി ശിക്ഷിച്ചിട്ടുണ്ടെന്നും കുക്കു പരമേശ്വരൻ പറഞ്ഞു. അതിൻ്റെ ഡെപ്ത് മനസ്സിലാക്കി അതിനെ അതേപോലെ തന്നെയാണ് വിത്ത് നോ ടോളറൻസ് വി ആർ ടേക്കിംഗ് ഇറ്റ്. അതിൻ്റേതായ രീതിയിലേക്ക് അതിനെ വിട്ടിരിക്കുന്നതാണ്. നടപടി അതിൻ്റെ രീതിയിൽ മുന്നോട്ട് പോകും. അതിലൊന്നും ഒരു മാറ്റവുമില്ല. കുറ്റക്കാരെ ശിക്ഷിച്ചിട്ടുണ്ട്. അത് കോടതി കണ്ടെത്തിയ കുറ്റക്കാരെ ശിക്ഷിച്ചിട്ടുണ്ട്. അതിനെ നമ്മൾ എന്തിനാ മറക്കുന്നത്? അത് മാത്രമല്ല, ഈ പെൺകുട്ടിയുടെ നേരെ നടന്നത്, എൻ്റെ കൊളീഗിൻ്റെ നേരെ നടന്നത്, ആ ദാരുണ സംഭവം, നടക്കാൻ പാടില്ലാത്ത സംഭവം, അത് നടന്നിരിക്കുന്നു എന്നുള്ളതല്ലേ ഏറ്റവും ഭയാനകമായ കാര്യം. അതിനെക്കുറിച്ചല്ല ചർച്ച. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. ഉമേഷ്, പി.ടി. കുഞ്ഞുമുഹമ്മദ് എക്സ്-എം.എൽ.എക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ള പരാതി, ആ പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വൈകിയാണ്, അതായത് 26-ന് പരാതി കിട്ടുന്നു, 2-ാം തീയതിയാണ് പോലീസിന് ഇത് കൈമാറിയത് എന്ന ആരോപണം നിലനിൽക്കുകയാണ്. എന്തൊക്കെയാണ് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ? ദിലീപ് കുമാർ, എന്തായാലും ചലച്ചിത്ര അക്കാദമി ഈ വിഷയം ഗൗരവത്തോടെ കാണുന്നു എന്നാണ് അക്കാദമി വൈസ് ചെയർപേഴ്സൺ കൂടിയായ കുക്കു പരമേശ്വരൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആവശ്യമായ നിയമസഹായങ്ങളും മറ്റു സഹായങ്ങളും ഈ പരാതിക്കാർക്ക് നൽകാനുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടിക്ക് എല്ലാ സഹായവും പരാതിക്കാരിക്ക് നൽകുമെന്നും കുക്കു പരമേശ്വരൻ പറഞ്ഞിട്ടുണ്ട്. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണവുമായി പോലീസ് മുന്നോട്ട് പോവുകയാണ്. എന്നാൽ IFFKയുമായി ബന്ധപ്പെട്ട് അവൾക്കൊപ്പം എന്നുള്ള ഹാഷ്ടാഗ് ഇത്തവണ ഏർപ്പെടുത്തണമെന്നുള്ള ആവശ്യം ഒരു ഭാഗത്ത് ഉയർന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട് കുക്കു പരമേശ്വരൻ പറഞ്ഞ പ്രതികരണം, ഇത്തരത്തിൽ IFFK തുടങ്ങിയിട്ടില്ലല്ലോ, നാളെയാണല്ലോ തുടങ്ങുന്നത്, സ്വാഭാവികമായി വെയിറ്റ് ആൻഡ് സീ എന്നുള്ള മറുപടിയാണ് നൽകിയത്. അതേസമയം ദിലീപ് കെമിസ്റ്റിൽ ഗൂഢാലോചന വിഷയത്തിൽ കൃത്യമായ മറുപടി പറയാൻ തയ്യാറായില്ല. ഇപ്പോൾ കോടതി വിധി വന്നല്ലോ, കോടതി വിധി അംഗീകരിക്കുന്നു, മറ്റ് പ്രതികരണങ്ങളിലേക്കില്ല. ഒരു നടിക്കെതിരെ അതിക്രൂരമായ ഒരു സംഭവം നടന്നു, അത് നടന്നിരിക്കുന്നു എന്ന് ഈ ശിക്ഷാവിധിയോടുകൂടി മനസ്സിലാക്കി കഴിഞ്ഞു. എന്തായാലും അത് തന്നെയാണ് പ്രധാന കാര്യമെന്ന് പറഞ്ഞ് മറ്റു ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായത്. ദിലീപ് കുമാർ, തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത് ഉമേഷ് ബാലകൃഷ്ണൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.